അയാൾ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അതോ വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതാണോ ആ പ്രണയം? ഈ ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായതും എന്നാൽ ഏറ്റവും സുന്ദരവുമായ വികാരമാണ് പ്രണയം. പലപ്പോഴും സ്നേഹമെന്നത് വലിയ സമ്മാനങ്ങളിലോ മനോഹരമായ വാക്കുകളിലോ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്നത് മറ്റൊന്നാണ്. ഒരു പുരുഷന്റെ യഥാർത്ഥ സ്നേഹം അവന്റെ വാക്കുകളിലല്ല, മറിച്ച് അവന്റെ പ്രവൃത്തികളിലും അവൻ നിങ്ങൾക്ക് നൽകുന്ന ബഹുമാനത്തിലുമാണ് കുടികൊള്ളുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ മനുഷ്യമനസ്സിനെ ആഴത്തിൽ പഠിച്ച ചാണക്യൻ ഒരു പുരുഷൻ സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അത്തരത്തിലുള്ള 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. വെറും ഉപരിപ്ലവമായ ലക്ഷണങ്ങളല്ല, മറിച്ച് മനഃശാസ്ത്രപരവും ചാണക്യനീതിയിലും അധിഷ്ഠിതമായ 10 കാര്യങ്ങൾ. ഇത് കേട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തി നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രധാന ഭാഗം 1. നിശബ്ദമായ സംരക്ഷണം. ഒരു പുരുഷൻ സ്ത്രീയെ അഗാധമായി സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം അവനിൽ ഉണരുന്ന സംരക്ഷണ മനോഭാവമാണ്. ഇത് ചാണക്യനീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണ്. സ്നേഹമെന്നത് വെറും പ്രണയപ്രകടനം മാത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതത്വം അവന്റെ പ്രധാന മുൻഗണനയായി മാറും. ഇതിനർത്ഥം അവൻ നിങ്ങളുടെ അംഗരക്ഷകൻ ആകുമെന്നല്ല, മറിച്ച് നിങ്ങൾ അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് താങ്ങായി അവൻ ഉണ്ടാകുമെന്നാണ്. നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ വാഹനങ്ങളുടെ തിരക്കിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്നതു മുതൽ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ ശബ്ദമുയർത്തുന്നതുവരെ ഇതിൽപ്പെടും. അവനത് ചെയ്യുന്നത് ഒരു ബാധ്യതയായിട്ടല്ല, മറിച്ച് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന ബോധത്തിൽ നിന്നാണ്. വാക്കുകളേക്കാൾ കൂടുതൽ അവന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് ആ സുരക്ഷിതത്വം കാണാൻ സാധിക്കും. നീ പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് അവൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അത് അനുഭവപ്പെടും. 2. നിങ്ങളുടെ ബഹുമാനം അവന്റെയും ബഹുമാനമാണ്. ചാണക്യൻ പറയുന്നു, എവിടെയാണോ സ്ത്രീ ബഹുമാനിക്കപ്പെടുന്നത് അവിടെ ഐശ്വര്യമുണ്ടാകുമെന്ന്. തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പുരുഷൻ ഒരിക്കലും തന്റെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടില്ല. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, വഴക്കുകളുണ്ടാകാം. എന്നാൽ അതൊന്നും നാലാമതൊരാളുടെ മുന്നിൽ അവൻ പ്രദർശിപ്പിക്കില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ പ്രണയിതാവ്. നിങ്ങളുടെ കുറവുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ അവൻ സ്വകാര്യമായി സംസാരിച്ച് തീർക്കുമെന്നല്ലാതെ ഒരിക്കലും അത് പൊതുസമൂഹത്തിനു മുന്നിലോ സുഹൃത്തുക്കളുടെ മുന്നിലോ പറഞ്ഞ് നിങ്ങളെ അപമാനിക്കില്ല. അവൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്നുണ്ടോ? ഒരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് നിനക്കെന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കാറുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, അവൻ നിങ്ങളെ വെറുമൊരു വസ്തുവായല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ പാതിയായിട്ടാണ് കാണുന്നത്. പരസ്പര ബഹുമാനമില്ലാത്ത ഒരിടത്തും യഥാർത്ഥ സ്നേഹം നിലനിൽക്കില്ല. 3. ക്ഷമയും വിട്ടുവീഴ്ചയും. പുരുഷന്റെ അഹങ്കാരം അല്ലെങ്കിൽ വാശി വളരെ വലുതാണെന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു സ്ത്രീയെ അവൻ അഗാധമായി സ്നേഹിക്കുമ്പോൾ ആ വാശി താനേ അലിഞ്ഞുപോകും. ഇതാണ് 3ാമത്തെ ലക്ഷണം. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴോ നിങ്ങളുടെ മാനസികാവസ്ഥ മാറുമ്പോഴോ അവൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. അവൻ തിരിച്ചും ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ വഷളാക്കുകയാണോ, അതോ ശാന്തനായി നിന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണോ? യഥാർത്ഥ സ്നേഹമുള്ള ഒരു പുരുഷന് ക്ഷമ എന്ന ഗുണം സ്വാഭാവികമായി ഉണ്ടാകും. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ബന്ധം നിലനിർത്താൻ വേണ്ടി തോറ്റുതരാൻ അവൻ തയ്യാറാകും. ജയിക്കുന്നതിനേക്കാൾ പ്രധാനം എനിക്ക് നീയാണ് എന്ന മനോഭാവം അവനിൽ കാണാം. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, കോപത്തെ ജയിക്കാൻ സ്നേഹത്തിനു മാത്രമേ കഴിയൂ എന്ന്. അവൻ നിങ്ങളുടെ കുഞ്ഞുവാശികൾക്ക് മുന്നിൽ തോറ്റുതരുന്നത് ബലഹീനത കൊണ്ടല്ല, മറിച്ച് നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇവിടെ നമുക്ക് ആദ്യത്തെ കാര്യം ചെയ്യാം. ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ ബഹുമാനമാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എത്ര പേർക്ക് ഈ ആശയത്തോട് യോജിപ്പുണ്ടെന്ന് നമുക്ക് നോക്കാം. 4. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവൻ. പലപ്പോഴും പുരുഷന്മാർക്ക് തങ്ങളുടെ പങ്കാളി തന്നേക്കാൾ ഉയരത്തിലെത്തുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. എന്നാൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിങ്ങളുടെ വിജയങ്ങളിൽ അസൂയപ്പെടില്ല, മറിച്ച് ഏറ്റവും കൂടുതൽ കൈയടിക്കുന്നത് അവനായിരിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ അവന്റേതു കൂടിയായി മാറും. നിങ്ങൾ ജോലിയിൽ ഉയരുമ്പോൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് തടസ്സം നിൽക്കില്ല. പകരം നിനക്കിത് സാധിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നവനായിരിക്കും അവൻ. നിങ്ങളുടെ ചിറകുകൾ വെട്ടാനല്ല, മറിച്ച് നിങ്ങൾക്ക് പറക്കാനുള്ള ആകാശം ഒരുക്കിത്തരാനാണ് അവൻ ശ്രമിക്കുക. നിങ്ങളുടെ വിജയത്തിൽ സ്വന്തം വിജയം കാണുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അവന് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഭയമില്ല, മറിച്ച് അഭിമാനമേയുള്ളൂ. സ്വന്തം പങ്കാളിയുടെ വളർച്ചയിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ് ഉത്തമനായ പുരുഷനെന്ന് നീതിശാസ്ത്രം പറയുന്നു. 5. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ.
സാധാരണയായി പുരുഷന്മാർക്ക് ശ്രദ്ധ കുറവാണെന്ന് പരാതിയുണ്ടാകാറുണ്ട്. എന്നാൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അവൻ ശ്രദ്ധിക്കും. ഇവിടെ കേൾക്കുക എന്നു പറഞ്ഞാൽ വെറുതെ തലയാട്ടുക എന്നല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ കൊച്ചുകൊച്ചു വിശേഷങ്ങൾ പോലും അവൻ ഓർത്തുവയ്ക്കും. നിങ്ങൾ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം അവൻ ഓർമ്മയിൽ സൂക്ഷിക്കുകയും പിന്നീടത് പ്രവൃത്തിയിൽ കാണിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു സ്നേഹപ്രകടനമാണ്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഉപദേശങ്ങൾ നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനു പകരം ചിലപ്പോൾ അവൻ നിങ്ങളെ കേൾക്കാൻ മാത്രം തയ്യാറാകും. ഞാൻ കേൾക്കുന്നുണ്ട് എന്ന ആ ബോധ്യം നൽകുന്നത് സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. നിങ്ങളുടെ നിശബ്ദത പോലും വായിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. 6. സത്യസന്ധതയും സുതാര്യതയും. ചാണക്യനീതി പ്രകാരം വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ. നിങ്ങളെ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളോട് കള്ളം പറയില്ല, അതെത്ര കൈപ്പേറിയ സത്യമാണെങ്കിലും. അവൻ തന്റെ ഫോണോ സമൂഹമാധ്യമങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ നിങ്ങളിൽ നിന്ന് ഒളിച്ചുവെക്കില്ല. അവന് നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനൊന്നുമില്ല എന്ന സുതാര്യത ആ ബന്ധത്തിലുണ്ടാകും. കള്ളം പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ സത്യം പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുക. അവൻ എവിടെ പോകുന്നു, ആരുമായി സംസാരിക്കുന്നു എന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയം തോന്നാത്ത വിധം അവൻ പെരുമാറും. ആ വിശ്വാസമുണ്ടാക്കിയെടുക്കുന്നത് അവന്റെ ഉത്തരവാദിത്തമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഒരു നുണയ്ക്ക് 1000 സത്യങ്ങളെ മറയ്ക്കാൻ കഴിയുമെന്ന് അവനറിയാം. അതിനാൽ അവൻ സത്യത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നു. 7. ഭാവിയിലേക്കുള്ള പദ്ധതികൾ. ഒരു പുരുഷൻ നിങ്ങളെ വെറും ഒരു നേരത്തെ വിനോദമായിട്ടാണ് കാണുന്നതെങ്കിൽ അവൻ ഒരിക്കലും ഭാവിയെക്കുറിച്ച് സംസാരിക്കില്ല. എന്നാൽ അവൻ നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഭാവി പദ്ധതികളിൽ നിങ്ങളെപ്പോഴും ഉണ്ടായിരിക്കും. അവൻ ഞാൻ എന്നതിനു പകരം നമ്മൾ എന്ന് ഉപയോഗിക്കാൻ തുടങ്ങും. വീട് വയ്ക്കുന്നതിനെക്കുറിച്ച്, സാമ്പത്തിക നിക്ഷേപത്തെക്കുറിച്ച് അല്ലെങ്കിൽ വയസ്സുകാലത്തെ ജീവിതത്തെക്കുറിച്ച് അവൻ സംസാരിക്കുമ്പോൾ അതിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യം അവൻ ഉറപ്പുവരുത്തും. ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ പുരുഷൻ. ഇന്നത്തെ സന്തോഷം മാത്രമല്ല, നാളത്തെ സുരക്ഷിതത്വവും അവൻ ഉറപ്പുവരുത്തും. നിങ്ങളെ ഉൾപ്പെടുത്താത്ത ഒരു ഭാവിയെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. വരാനിരിക്കുന്ന നല്ല കാലത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ കൂടെ കൂട്ടാൻ അവൻ ആഗ്രഹിക്കുന്നു. 8. ശാരീരിക ആകർഷണത്തിനപ്പുറമുള്ള സ്നേഹം. ശരീരത്തോടുള്ള ആകർഷണം പ്രണയത്തിന്റെ ഭാഗമാണ്, സംശയമില്ല. എന്നാൽ അഗാധമായ സ്നേഹമുള്ള ഒരു പുരുഷന് നിങ്ങളുടെ ശരീരത്തേക്കാൾ വലുത് നിങ്ങളുടെ മനസ്സായിരിക്കും. നിങ്ങൾ അസുഖമായി കിടക്കുമ്പോഴും അണിഞ്ഞൊരുങ്ങാതെ ഇരിക്കുമ്പോഴും പ്രായം കൂടുമ്പോഴും അവന്റെ സ്നേഹത്തിൽ കുറവ് വരില്ല. യൗവനം മായുമ്പോഴും സ്നേഹം മായാതിരിക്കുന്നതാണ് യഥാർത്ഥ ബന്ധം. ചാണക്യൻ പറയുന്നു, സൗന്ദര്യത്തിൽ മയങ്ങുന്നവൻ കാമുകനല്ല, ഗുണങ്ങളിൽ മയങ്ങുന്നവനാണ് ഉത്തമൻ. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ സാമീപ്യം എന്നിവയാണ് അവനെ കൂടുതൽ ആകർഷിക്കുക. ശാരീരിക ബന്ധത്തേക്കാൾ നിങ്ങളോട് സംസാരിച്ചിരിക്കാനും സമയം ചെലവഴിക്കാനും അവൻ ആഗ്രഹിക്കും. മനസ്സിന്റെ സൗന്ദര്യമാണ് ശാശ്വതമായത് എന്ന് അവൻ തിരിച്ചറിയുന്നു. 9. നിങ്ങളുടെ കുടുംബത്തെയും ബഹുമാനിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയും സ്നേഹിക്കും. നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവൻ ബഹുമാനത്തോടെ കാണും. കാരണം നിങ്ങളെന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടി പ്രതിഫലനമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. നിങ്ങളുടെ വീട്ടുകാരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ അവൻ ശ്രമിക്കും. അവരെ കുറ്റപ്പെടുത്താനോ നിങ്ങളെ അവരിൽ നിന്ന് അകറ്റാനോ അവൻ ശ്രമിക്കില്ല. മറിച്ച് 2 കുടുംബങ്ങളെയും ചേർത്തുപിടിക്കാൻ അവൻ ആഗ്രഹിക്കും. നിന്റെ അച്ഛനും അമ്മയും എനിക്കും സ്വന്തമാണ് എന്ന മനോഭാവം അവനിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ വേരുകളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് നിങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയില്ല. കുടുംബത്തെ ബഹുമാനിക്കുന്നവൻ സമൂഹത്തിൽ മാന്യനായിരിക്കുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. 10. നിങ്ങൾക്കായി മാറാൻ തയ്യാറാകുന്നു. യഥാർത്ഥ സ്നേഹം ഒരു മനുഷ്യനെ മാറ്റും. പണ്ട് വളരെ ദേഷ്യക്കാരനായിരുന്നവൻ ഇപ്പോൾ ശാന്തനായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് അലസനായിരുന്നവൻ ഇപ്പോൾ ഉത്തരവാദിത്തമുള്ളവനായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളുടെ സ്വാധീനമുണ്ട്. തന്റെ മോശം ശീലങ്ങൾ നിങ്ങൾക്കിഷ്ടമല്ലെന്നറിഞ്ഞാൽ അതുപേക്ഷിക്കാൻ അവൻ തയ്യാറാകും. ആരും അവരോട് മാറാൻ ആവശ്യപ്പെടാതെ തന്നെ സ്വയം നന്നാകാൻ അവൻ ശ്രമിക്കും. കാരണം നിങ്ങൾക്കർഹിക്കുന്ന ഏറ്റവും മികച്ച പങ്കാളിയാകാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ മാറ്റം ആരും നിർബന്ധിച്ചിട്ടല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്ന് സ്വയം ഉത്ഭവിക്കുന്നതാണ്. സ്നേഹത്തിനുവേണ്ടി സ്വന്തം കുറവുകൾ പരിഹരിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അവസാനം, സ്നേഹം എന്നത് സിനിമയിൽ കാണുന്നതുപോലെ എപ്പോഴും പാട്ടും നൃത്തവും നിറഞ്ഞതല്ല. അത് പരസ്പരമുള്ള മനസ്സിലാക്കലും സഹനവും വിട്ടുവീഴ്ചകളുമാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 10 ലക്ഷണങ്ങൾ ഒരു പുരുഷന്റെ അഗാധമായ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. ഒരുപക്ഷെ ഈ 10 ലക്ഷണങ്ങളും ഒരേ സമയം ഒരാളിൽ കണ്ടെന്നുവരില്ല. മനുഷ്യരല്ലേ, തെറ്റുകൾ സ്വാഭാവികമാണ്. എന്നാൽ ഇതിൽ ഭൂരിഭാഗം ഗുണങ്ങളും നിങ്ങളുടെ പങ്കാളിയിൽ കാണുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള സ്ത്രീകളിൽ ഒരാളാണ്. അങ്ങനെയൊരു വ്യക്തിയെ ഒരിക്കലും കൈവിടരുത്. അതേസമയം സ്നേഹം എന്നത് ഏകപക്ഷീയമല്ല. ഈ ഗുണങ്ങൾ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ തിരിച്ച് അവനും ഇതേ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നുണ്ടെന്ന് ഓർക്കുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമ്മുടെ രണ്ടാമത്തെ കാര്യം, ഈ 10 ലക്ഷണങ്ങളിൽ ഏതാണ് നിങ്ങളുടെ പങ്കാളിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത്? അല്ലെങ്കിൽ ഏത് ഗുണമാണ് ഒരു പുരുഷനിൽ നിർബന്ധമായും വേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അത് വായിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. നന്ദി.